In figure, ABD is a triangle right angled at A and AC perpendicular BD. Show that AB square is equal to BC into BD, AC square is equal to BC into DC and AD square is equal to BD into CD. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അതിൻ്റെ റൈറ്റ് ആംഗിളിൽ നിന്നും ഒരു എങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ഹൈപ്പോട്ടന്യൂസിലോട്ട് വരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തിയറം 6.7 വെച്ച് എന്തറിയാം? ഈ ഓരോ കൊച്ചു സ്മോളർ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളിന് സിമിലർ ആണെന്നും ദെൻ ഇവ തമ്മിൽ പരസ്പരം സിമിലർ ആണെന്നും അറിയാം തിയറം 6.7 വെച്ച്. ഇഫ് എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം the vertex of a right angle of a right triangle to the hypotenuse, then triangles on both the sides of perpendicular are similar to the whole triangle and each other. അപ്പോൾ ഇനി നമുക്ക് പാടില്ല, സിമിലാരിറ്റി പറയാൻ എളുപ്പമായി, വേറെ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് നമുക്ക് സിമിലാരിറ്റി പറയാം. ബട്ട് നമ്മൾ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് AB സ്ക്വയർ ഈക്വൽ ടു BC ഇൻറ്റു BD എന്നാണ്. അപ്പം നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് AB എന്ന് പറയുന്നത് ഒരു കറസ്പോണ്ടിങ് സൈഡിൻ്റെ കറസ്പോണ്ടിങ് റേഷ്യോയുടെ ന്യൂമറേറ്റർ ആണെങ്കിൽ അടുത്ത കറസ്പോണ്ടിങ് റേഷ്യോയുടെ ഡിനോമിനേറ്ററായിട്ട് വരണം. മനസ്സിലായോ? അതായത് കറസ്പോണ്ടിങ് റേഷ്യോ പറയുന്നതിൽ ഒന്നിൻ്റെ റേഷ്യോയ്ക്ക് ന്യൂമറേറ്ററായിട്ട് AB വരുവാണെങ്കിൽ മറ്റേതിൻ്റെ റേഷ്യോയുടെ ഡിനോമിനേറ്ററായിട്ട് വരണം. അപ്പം നമ്മൾ ആ രീതിയിൽ പേര് കൊടുക്കണം. AB രണ്ടിടവും വരണം, എന്നിട്ട് BC ഇൻറ്റു BD വരണം. അപ്പം നിങ്ങൾക്ക് എങ്ങനെ പേര് കൊടുക്കാൻ പറ്റും? നോക്കി, ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ആ രീതിയിൽ വരാൻ ഇതേപോലെ കിട്ടാൻ നമ്മൾ എന്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ? നോക്ക്, അതായത് ഇങ്ങനെ വരണം, AB ഇൻറ്റു BC ഇൻറ്റു BD എന്ന് പറയാൻ പറ്റണം. അപ്പം നമ്മൾ എങ്ങനെ പറയും? നോക്കി, ഇവിടെ നോക്ക്, BAC സിമിലർ BDA എന്ന് കൊടുത്തു. എന്താ BAC സിമിലർ BDA എന്ന് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് സൈഡ് എഴുതുമ്പോൾ ഫസ്റ്റ് BA ബൈ BD ഈക്വൽ ടു എന്ത് വരും? ഇനി നമുക്ക് വരേണ്ടത് ഏതാണ്? BC ആണ് വരേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് BC ഇൻറ്റു BD ആണ്. BD വന്നു നമുക്കിവിടെ. അപ്പോൾ BC ഇൻറ്റു എഗെയിൻ BA കിട്ടണം. മനസ്സിലായത്? ഇപ്പോൾ AB ഞാനും കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം BAC സിമിലർ BDA എഴുതി, BAC സിമിലർ BDA വലുതിന് എഴുതി, എന്നിട്ട് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എഴുതിയിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലൂടെ ഫസ്റ്റ് കിട്ടി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് AC സ്ക്വയർ ഈക്വൽ ടു BC ഇൻറ്റു DC. അപ്പം AC ന്യൂമറേറ്ററായിട്ടും ഡിനോമിനേറ്ററായിട്ടും, ഫസ്റ്റ് വണ്ണിൻ്റെ ന്യൂമറേറ്റർ ആണെങ്കിൽ സെക്കൻഡ് വണ്ണിൻ്റെ ഡിനോമിനേറ്ററായിട്ട് വരുന്ന രീതിയിൽ പേര് കൊടുക്കണം. അപ്പം നമ്മളിവിടെ കണ്ടോ, നമുക്ക് ഓരോന്നിനും പേര് കൊടുത്തപ്പോൾ മാറ്റി കൊടുത്തേക്കണം. കണ്ടോ, ഇത് മൂന്നും കിട്ടാൻ. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ACB സിമിലർ DCA പറഞ്ഞു. എന്താ? ACB സിമിലർ DCA പറഞ്ഞു ബൈ ദ തിയറം വെച്ച്. അപ്പോൾ എന്തുവാ? AC ബൈ DC എന്ന് പറയുന്നത് എന്ത് കിട്ടി? BC ബൈ എന്താണ് പ്രൂവ് ചെയ്യാനുള്ളതെന്ന് നോക്കണം. AC. അപ്പോൾ രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു AC സ്ക്വയർ ഈക്വൽ ടു BD ഇൻറ്റു DC കിട്ടി. അടുത്ത് നമുക്ക് AD സ്ക്വയർ ആണ് കാണിക്കേണ്ടത്. AD എന്ന് പറയുന്നത് BD ഇൻറ്റു CD ആണ്. അപ്പം നമുക്കിവിടെ വരേണ്ടത് എന്താണ്? ADBയും CDAയും വരണം. എന്താ? ADBയും CDAയും വരണം. അപ്പോൾ അവിടെയും കറസ്പോണ്ടിങ് സൈഡ് AD ബൈ ഒരു സെക്കൻഡ്, ഇവിടെ എഴുതിയപ്പോൾ തിരിഞ്ഞു പോയി. ഇവിടെ CDയും ഇവിടെ DBയും വരണമായിരുന്നു. അപ്പോൾ ഇവിടെ എഴുതി നോക്കി, AD സ്ക്വയർ ഈക്വൽ ടു DB ഇൻറ്റു ഇവിടെ CDയും ഇവിടെ DBയും. അപ്പം ഇങ്ങോട്ടൊന്നുകൂടെ എഴുതാം, AD ബൈ CD ഈക്വൽ ടു ദെൻ ഇനി നമുക്ക് വേണ്ടത് DA ആണ്, ABയുമാണ്. അപ്പോൾ എന്ത് വരും? DA അടിയിൽ വരണം. DA അടി വരാൻ DB ബൈ DA വന്നു. DA എന്ന് പറയുന്നത് AD ആണ്, AD. അപ്പോൾ എന്ത് കിട്ടി? AD സ്ക്വയർ ഈക്വൽ ടു DB ഇൻറ്റു CD ആണ്. അപ്പോൾ ആ പേര് കൊടുക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ.
ഇനി ഇതിൻ്റെ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ, എ ബി സി ഈസ് ആൻ ഐസോസിലീസ് ട്രയാങ്കിൾ അറ്റ് സി, പ്രൂവ് ദാറ്റ് എ ബി സ്ക്വയർ ഈക്വൽ ടു 2ac². അതായത് എ ബി സി എന്ന് പറയുന്ന ഐസോസിലീസ് ട്രയാങ്കിളാണ് എവിടെ, അറ്റ് സി. പ്രൂവ് ദാറ്റ് എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 2ac² ആണ്. അത് നമുക്കറിയാം. അതായത് പിന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പൈതഗോറസ് തിയറം പറയാം. അതായത് എ ബി സ്ക്വയർ എന്ന് പറയുന്നത് ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്കിവിടെ എന്താണ് തന്നിരിക്കുന്നത്, ഐസോസിലീസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഐസോസിലീസ് ട്രയാങ്കിൾ ആകുമ്പം രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും, രണ്ട് ബേസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൈതഗോറസ് തിയറം വെച്ച് നിങ്ങൾ എഴുതണം. എന്നിട്ട് ഈക്വൽ സൈഡ്സ് ആയ സൈഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് കിട്ടും. അപ്പോൾ ഫസ്റ്റ്, സിൻസ് എ ബി സി ഈസ് ആൻ ഐസോസിലീസ് ട്രയാങ്കിൾ, എ ബി സി ഈസ് ആൻ ഐസോസിലീസ് ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് അറ്റ് സി, എ സി ഈക്വൽ ടു ബി സി ആണ്. ശരിയല്ലേ? പിന്നെ ബൈ പൈതഗോറസ് തിയറം എന്ന് വെച്ച് എന്ത് ചെയ്യാം, ബൈ പൈതഗോറസ് തിയറം എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. എ ബി സ്ക്വയർ ഈക്വൽ ഫ്രം 1. അതായത് എ ബി സ്ക്വയർ എന്ന് പറയുന്ന ഈ എ സിക്ക് ഇവിടുത്തെ ബി സിക്ക് പകരം എ സി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി എ ബി സ്ക്വയർ ഈക്വൽ ടു 2ac² എന്ന് കിട്ടി. മനസ്സിലായോ? ഇതിൻ്റെ തന്നെ 5th ക്വസ്റ്റ്യൻ ആണ്. എ ബി സി ഈസ് ആൻ, തിരിച്ച് തന്നിരിക്കുകയാണ്. എ ബി സി ഈസ് ആൻ ഐസോസിലീസ് ട്രയാങ്കിൾ എ സി ഈക്വൽ ടു ബി സി ഇഫ് എ ബി സ്ക്വയർ ഈക്വൽ ടു 2ac² ആണെങ്കിൽ പ്രൂവ് ദാറ്റ് എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് കാണിക്കാൻ. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുക എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 2ac² ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് കാണിക്കാൻ. പിന്നെ എന്ത് ഹിൻറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് ഐസോസിലീസ് ട്രയാങ്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ എ സി സ്ക്വയറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എന്തോ കാണിക്കും, 2ac² എ സി സ്ക്വയറെന്നും എ ബി സ്ക്വയർ എന്നും കാണിക്കണം. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈസിയാണ്. ഫസ്റ്റ് എ സി ഈക്വൽ ടു ബി സി, എന്തുകൊണ്ട്, ഐസോസിലീസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. പിന്നെ നമുക്ക് എന്താ പറയാം, എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ, എന്താ, ഗിവൺ. എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു, എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ, എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എവിടെ നിന്ന്, ഫ്രം 1. ഓക്കെ. അപ്പം ഇവിടെ ഇപ്പം നമുക്ക് എന്ത് കിട്ടി, ഇപ്പോൾ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ കിട്ടി. എ സി ബി 90 ആണെന്ന് നമുക്ക് കിട്ടും. അതായത് കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം വെച്ച് എന്ത് കിട്ടി, നമുക്ക് പൈതഗോറസ് തിയറം പോലെ വന്നു. അപ്പോൾ ഇത് കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം വെച്ച് ഇങ്ങനെ വരണമെങ്കിൽ ഉറപ്പായിട്ടും എ സി ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. നോക്ക്, ഇവിടെ നമുക്ക് 90 വരേണ്ടത് ഈ രണ്ട് സൈഡുമാണ് ഈക്വൽ. എ സിയും ബി സിയും അതെല്ലാം കൊടുത്ത് ശരിയാ പടം വരച്ചപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ചാപ്റ്റർ 6 ട്രയാങ്കിൾ 6.5-ലെ 6th ക്വസ്റ്റ്യൻ. എ ബി സി ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2a, ഫൈൻഡ് ഈച്ച് ഓഫ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ്. ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്നും വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മീഡിയൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് മീഡിയൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ഈ ഏത് ബേസിലോട്ടാണോ വരയ്ക്കുന്നത് അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നതും എന്താണ്, ഈ ബേസിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ സൈഡും 2a എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 2a എന്നുള്ളത് ഇവിടെ എയും ആവും. മനസ്സിലായല്ലോ? പിന്നെ അപ്പം കൺസ്ട്രക്ഷൻ വേണം. ആദ്യം ഇക്വലാറ്റർ ട്രയാങ്കിൾ, പിന്നെ എ ഡി പെർപെൻഡിക്കുലർ ബി സി വരയ്ക്കണം. പിന്നെ ഫ്രം ട്രയാങ്കിൾ എ ഡി ബി ഈക്വൽ ടു എ ഡി സി എങ്ങനെ അറിയാം, അതായത് മീഡിയൻ ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ബൈസെക്റ്റ് ബേസ് പെർപെൻഡിക്കുലർലി. അതായത് ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ മീഡിയനാണ്. മീഡിയൻ പിന്നെ ഇതിനെ ബൈസെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പെർപെൻഡിക്കുലർലി ബൈസെക്റ്റാണ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി വരും, 90 ഡിഗ്രി വരും. അപ്പം നമുക്ക് എന്താ കാണേണ്ടത്, ഓൾട്ടിറ്റ്യൂഡാണ് കാണേണ്ടത്. അപ്പം നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടി, ശരിയല്ലേ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, ബേസ് ഉണ്ട്. ഓൾട്ടിറ്റ്യൂഡ് കാണണം എങ്ങനെയാണ്, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് എന്ത് കുറച്ചാൽ, ബേസിൻ്റെ സ്ക്വയർ കുറച്ചാൽ. ബേസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ എ ബി ഡി എന്ന് ഓർ എ ഡി ബി എന്ന് പറയുന്ന ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്ത് ബി ഡി ആണ് ബേസായിട്ട് പറയുന്നത്. അപ്പം അത് വെച്ച് നമുക്ക് പൈതഗോറസ് തിയറത്തിലൂടെ
വാല്യൂ കാണാൻ പറ്റും. നോക്കി, അപ്പം ആംഗിൾ എ ഡി ബി ഈക്വൽ ടു എ ഡി സി എത്രയാണ്? 90 ഡിഗ്രിയാണ്. എന്തുകൊണ്ട്? മീഡിയൻ ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ബൈസെക്ട് ദ ബേസ് പെർപെൻഡിക്കുലർലി. മനസ്സിലായല്ലോ. പിന്നെ എ ഡി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ ഡി സ്ക്വയർ കാണാൻ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്നും ഇതിൻ്റെ സ്ക്വയർ കുറയ്ക്കണം. അപ്പോൾ 2a ദ ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ എ ഡി എന്ന് പറയുന്നത് എത്ര വരും? സ്ക്വയർ റൂട്ട് ഓഫ് 4a സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എ ഡി എന്ന് പറയുന്നത് √3a സ്ക്വയർ കാണും. എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിലാണ്? സ്ക്വയർ റൂട്ടിനകത്താണ്, റാഡിക്കൽ സൈനകത്താണ്. അതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ എ ആവും. അങ്ങനെ എ ഡി എന്ന് പറയുന്നത് √3a കിട്ടും. മനസ്സിലായല്ലോ.